ഹലോ, ഇന്ന് നമ്മൾ പേട ഉണ്ടാക്കാൻ പോവുകയാണ്. കാണണമെങ്കിൽ നമ്മളിന്ന് പേട ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് പാൽപ്പൊടിക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് 1/2 കപ്പ് പാലിൻ്റെ ആവശ്യമുള്ളൂ. പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായതിന് ശേഷം മാത്രമേ ഈ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ആദ്യം ഇത്തിരി ഫ്ലെയിം ഓണാക്കി കൂട്ടി വെച്ച് വേണം അത് ചൂടാക്കി എടുക്കാൻ. അതൊരുവിധം കുറുവി നല്ല ചൂടായി കുറുവി വരുന്നവരെ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒത്തിരി ഒന്ന് വറ്റി ഒരുവിധം ഒന്ന് കട്ടിയാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഇത്തിരി കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചാൽ ഒരുമാതിരി ബ്രൗൺ കളർ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതാക്കാൻ പറഞ്ഞത്. ഇതേപോലെ കുഴമ്പ് രൂപത്തിനാവുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് കുറുക്കി ഇളക്കിയെടുക്കണം. ആ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പം പിന്നെ ഒത്തിക്കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പാനിൽ നിന്ന് വിട്ട് വരത്തില്ല. അത് നെയ്യും കൂടെ ഒഴിച്ചുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വന്നത്. നന്നായിട്ട് വിട്ട് ഒരു ഈ വൈറ്റ് കളർ മാറിയത് ഈ ഒരു ഷെയ്ഡായി ഇതേപോലെ ആകുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം അധികം ചെറിയ ചൂടോടുകൂടി നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ പിടിച്ചെടുക്കാം. ഏത് ഷേപ്പിലുണ്ടെങ്കിലും പിടിച്ചെടുക്കാം. ഞാൻ ഈ ഷേപ്പിലേക്കാണ് പിടിച്ച് വെച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.